ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലിയുള്ള ഒരാൾ ആഴ്ചയിൽ ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷത്തിലാണ് ഞാൻ. സന്തോഷം എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, ചുമ്മാ വീട്ടിലിരിക്കുക, ഒരു ദിവസം വീട്ടിൽ ഭാര്യയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് സന്തോഷം. ഭാര്യ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുക. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുന്നത് ഒരു വീഡിയോ ഇടാൻ. എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാനും കൂടെ വിചാരിച്ചു. തോറ്റുകൊടുക്കാൻ പാടില്ല. ഞാൻ രാവിലെ എന്താ കഴിക്കണമെന്ന് കാണിച്ചു തരാം. രാവിലെ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് കുറച്ച് ഓട്സ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. ഓവർനൈറ്റ് ഓട്സ് എന്നൊക്കെ പറയുക എല്ലാവരും, കറക്റ്റാണ്. ഓവർനൈറ്റ് ഓട്സ് തന്നെ. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഏതായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി വലിയ ഫാൻസി ആയിട്ടുള്ള കുപ്പിയോ മറ്റേ ഇതൊന്നും മേടിക്കാൻ ഉദ്ദേശിക്കാനില്ല. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അജ്മിയുടെ ഇതാണ്. അതിൻ്റെ അകത്തുള്ള കളിയാണ്. ഒരു 50 ഗ്രാം ഓട്സ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാം. കറക്റ്റ് 50 ഗ്രാം ഓട്സ്. ഇനി ആ ഓട്സിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ബദാം, കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സാധാരണ എല്ലാ ദിവസവും ഇടുന്നതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇടുന്നതല്ല കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും. ചിയാ സീഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിയാ സീഡ് ഇട്ട് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ. ഞാൻ ഇച്ചിരി ചിയാ സീഡാണ്. ഓക്കെ, അത്രയും അത് കൂടുതലാണെന്ന് തോന്നുന്നു. എന്തായാലും അത്രയും ചിയാ സീഡ് എടുക്കും. പിന്നെ ഇച്ചിരി പാലിടും. കുറച്ച് പാലങ്ങോട്ട് ഒഴിക്കും. ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാൻ രീതിയിൽ പാലും കൂടെ ഒഴിക്കും. ഒരു ടീസ്പൂൺ ഹണി അങ്ങോട്ട് ഒഴിക്കും. മധുരമില്ലാതെ നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റില്ലല്ലോ. ഹണി അങ്ങോട്ട് ഒഴിക്കും. ഇളക്കി അങ്ങോട്ട് തകർക്കും. ഇതെടുത്ത് ഫ്രിഡ്ജിട്ട് വയ്ക്കും. നാളെ രാവിലത്തേട്ട് സംഭവം സെറ്റ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നതാണ്. ആഴ്ചയിൽ എന്താണെങ്കിലും 6 ദിവസം കഴിക്കും. ഒരു ദിവസം രാവിലെ എന്തെങ്കിലുമൊക്കെ, ഞായറാഴ്ചയൊക്കെ ആയിരിക്കും രാവിലെ എന്തെങ്കിലും ഉള്ളത് കഴിക്കും. ബാക്കി എല്ലാ ദിവസവും ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിക്കണം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണം കാണണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതാവസാനം വരെ ഇങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. അത് ഒരു 3 വർഷം 2 വർഷമൊക്കെ, എൻ്റെ അഭിപ്രായത്തിൽ 2 വർഷം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വിസിബിളായിട്ട് നമുക്ക് ആ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഓട്സ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മറ്റേ മിററിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് എനിക്ക് അവിടെ വന്നിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. അത് നമ്മൾ ഷോർട്സിലും വീഡിയോസിലൊക്കെ കാണുന്ന ചുമ്മാ ആൾക്കാരെ നമ്മളെ കാണിക്കുന്ന രീതിയാണ്. അതൊന്നുമല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും, പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്താലും അല്ലെങ്കിൽ ഡയറ്റ് നോക്കിയാലും, 1 മാസത്തേട്ടോ 2 മാസത്തേട്ടോ 3 മാസത്തേട്ടോ നോക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം ആ ഡെഡിക്കേഷനും ആ ഒരു പ്രിൻസിപ്പിളല്ല ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ.